നമ്മൾ ഐയുടെ ക്ലാസ്സാണ് ഇട്ടുകൊണ്ടിരുന്നത്. ഇന്ന് ഞാനിത് ശ്രദ്ധിച്ച് ഇങ്ങനൊരു ക്ലാസ് ഇടാനുള്ള കാരണം എന്താണെന്നറിയോ? ഐയുടെ സിലബസ് ചേഞ്ച് ചെയ്തു. ഇൻഡസ്ട്രീസ് എക്സ്റ്റൻഷൻ ഓഫീസറുടെ സിലബസ് ചേഞ്ച് ചെയ്തു. പരീക്ഷാ തീയതി വന്ന സമയത്ത് ഭയങ്കര റഷായിരുന്നു, പഠിക്കാനുള്ളവരുടെ ഒരു റഷ്. അത് കഴിഞ്ഞ് സിലബസ് ചേഞ്ച് ചെയ്തപ്പോൾ എല്ലാവർക്കും ഭയങ്കര വിഷമം. പഴയ സിലബസ് മാറി വേറൊരു സിലബസ് വന്നു, പഠിച്ച് തീർത്തവർ കുറേ, പഠിച്ച് തീരാറായവർ കുറേ, ഭയങ്കര വിഷമം, എല്ലാവർക്കും ഭയങ്കര ടെൻഷൻ. പുതിയ സിലബസ് അന്വേഷിച്ച് വന്നവർ വേറെ കുറച്ച്, എന്നാൽ പുതിയ സിലബസ് വന്നു, ഇത് വെച്ച് പഠിക്കാമെന്ന് തീരുമാനിച്ചവർ വേറെ കുറച്ച്. അങ്ങനെ ഒരുപാട് പേരുടെ ഒരു റഷ് കാണാനുണ്ടായിരുന്നു. പിന്നെ ക്ലാസ് ഇടുമ്പം, ഞാൻ ക്ലാസ് ഇടുന്നതുകൊണ്ടായിരിക്കാം ഞാനിത് ശ്രദ്ധിച്ചത്. ആദ്യത്തെ ക്ലാസ്സൊക്കെ 400-450 പേര് കണ്ടു. ഭയങ്കര എൻക്വയറി, എങ്ങനെ പഠിക്കാം, എല്ലാവരും ഭയങ്കര ആലോചിക്കുന്നു. പഠിക്കുന്നവരുടെ എണ്ണം കുറഞ്ഞതാണോ എന്നറിയത്തില്ല. ഇപ്പോൾ ഇടുന്ന ക്ലാസ് 20 പേര്, 30 പേര്, അതും ക്ലാസ് കാണുന്നവർ വളരെ ചുരുക്കം. എനിക്ക് മനസ്സിലാവുന്നില്ല. യൂഷ്വലി എല്ലാ PSC പരീക്ഷകൾക്കും കാണുന്ന ഒരു ഇതാണ്, ഡേറ്റ് വരുമ്പം ഒന്നാഞ്ഞു പിടിച്ച് പഠിക്കും, സിലബസ് വരുമ്പോൾ വീണ്ടും ഒന്നാഞ്ഞു പിടിച്ച് പഠിക്കും, പിന്നെ പതുക്കെ പഠിത്തത്തിൻ്റെ സമയം കുറഞ്ഞും നിന്നു പോകും. പിന്നെ നമ്മൾ പഠിക്കാൻ തുടങ്ങുന്നത് ഹോൾ ടിക്കറ്റ് വരുമ്പോഴായിരിക്കും. അന്നേരത്തെ പഠിത്തം ഒരു 1.5 പഠിത്തമാണ്. ഇനി 15 ദിവസമല്ലേ ഉള്ളൂ. ദൈവമേ, ഞാൻ അത് പഠിക്കുമോ ഇത് പഠിക്കുമോ, എന്ത് ചെയ്യണം, ഭയങ്കര ടെൻഷനാണ്. ഞാനൊരു കാര്യം പറയട്ടെ, ഇങ്ങനെ പഠിച്ചുകൊണ്ട് നമ്മളൊരു ലിസ്റ്റ് വരുമോ? ബുദ്ധിമുട്ടാണ് വരാൻ. കാരണം എന്താ? സിലബസ് വന്നപ്പോൾ ഒന്ന് പഠിച്ചു, നോട്ടിഫിക്കേഷൻ വന്നപ്പോൾ ഒന്ന് പഠിച്ചു, സിലബസ് വന്നപ്പോൾ ഒന്ന് പഠിച്ചു, പിന്നെ എന്താണ്, പിന്നെ അവിടെ നിന്നു. പിന്നെ ഗ്രൂപ്പുകളിലെ ചർച്ചകൾ, പോസ്റ്റിംഗ് ഒന്നും നടക്കുന്നില്ല, ലിസ്റ്റ് വന്നിട്ട് കാര്യമില്ല, വേക്കൻസി ഉണ്ടാകത്തില്ലെന്ന് പറഞ്ഞ് നോക്കിയിരുന്ന് നമ്മൾ ലിസ്റ്റിൽ പോലും വരില്ല. നമ്മൾ ലിസ്റ്റ് വന്ന് കഴിഞ്ഞിട്ടല്ലേ പോസ്റ്റിംഗ് നടക്കുമോ ഇല്ലയോ എന്നുള്ളത്. പഠിച്ച് ലിസ്റ്റ് വരിക, നമ്മൾ ചെയ്യാനുള്ളത് നമ്മൾ ചെയ്യുക. ലോട്ടറി എടുക്കാതെ ലോട്ടറി അടിക്കുമോ എന്ന് നോക്കിയിരുന്നിട്ട് കാര്യമുണ്ടോ? ഇല്ല. ലോട്ടറി എടുക്കണം ആദ്യം. നിങ്ങൾ പോയി ലോട്ടറി എടുക്കാനല്ല ഞാൻ പറയുന്നത്, നിങ്ങൾ പഠിക്കണം. പഠിച്ച് കഴിഞ്ഞിട്ട് ലിസ്റ്റ് വന്ന് കഴിഞ്ഞിട്ട് പോസ്റ്റിംഗ് നടക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് തിരക്കിയാൽ കാര്യമുണ്ട്. നമ്മൾ എക്സാമിന് ഇനി എത്ര ദിവസമുണ്ട്? നമ്മളെ കൃത്യമായിട്ട് കൗണ്ട് ചെയ്താൽ എക്സാമിന് ഒരു 56 ഡേയ്സ് കാണും അല്ലേ? ജനുവരി മാസം മൊത്തമുണ്ട്. ഡിസംബറിൽ ഇനി ഒരു 10 ദിവസം നിങ്ങൾക്ക് കിട്ടുമായിരിക്കും. ഫെബ്രുവരിയിൽ ഒരു 10-15 ദിവസം പഠിക്കാൻ പറ്റും ഇല്ലേ? അങ്ങനെയാണെങ്കിൽ തന്നെ ഒരു 55-56 ഡേയ്സ്, മാക്സിമം ഒരു 58 ഡേയ്സ് കാണും, അത്രേ ഉള്ളൂ. അത്രയും ദിവസമെങ്കിലും ഒരു 2 hours എങ്കിലും പഠിച്ചാൽ നമ്മൾ എന്തെങ്കിലും എഫേർട്ട് ഇട്ടു എന്ന് നമുക്ക് പറയാൻ പറ്റും. ഒരു എഫേർട്ടും ഇടാതെ ലിസ്റ്റ് വന്നിട്ട് പോസ്റ്റിംഗ് നടക്കുമോ ഇല്ലയോ എന്ന് ചിന്തിച്ചിട്ട് എന്ത് കാര്യമുണ്ട്? എന്താണ് എല്ലാവർക്കും പറ്റുന്നത്? നോട്ടിഫിക്കേഷൻ വന്നപ്പോൾ ഉള്ള ഉത്സാഹം പിന്നെ നഷ്ടപ്പെട്ടു. സിലബസ് ചേഞ്ച് വന്നപ്പോൾ ഒന്ന് ഉത്സാഹിച്ചു, വീണ്ടും നഷ്ടപ്പെട്ടു. നമ്മളെ പുറകിൽ നിന്ന് പുഷ് ചെയ്താലേ നമ്മൾ പഠിക്കുകയുള്ളൂ. അങ്ങനെയാണെങ്കിൽ ഇതൊരു പുഷായിട്ട് എടുത്തോളൂ, പഠിക്കൂ. നല്ലൊരു കോമ്പറ്റീഷനെങ്കിലും വരട്ടെ. നമ്മൾ വർക്ക് ചെയ്തിട്ട് കഷ്ടപ്പെട്ട് പഠിച്ചിട്ട് നമ്മൾ ലിസ്റ്റ് വന്നില്ല, ഓക്കെ, നമ്മൾ കഷ്ടപ്പെട്ടു. അതേ സമയത്ത് നമ്മൾ പഠിച്ചില്ല. ക്വസ്റ്റ്യൻ കാണുമ്പോൾ നമുക്ക് തോന്നുക, ഞാൻ പഠിച്ചിരുന്നെങ്കിൽ എനിക്ക് എഴുതാമായിരുന്നു. നിങ്ങളൊന്ന് ഓർത്ത് നോക്കൂ, നമ്മുടെ മനസ്സിലുണ്ടാകുന്ന ഒരു റിഗ്രറ്റ്, ഒരു കുറ്റബോധം. പഠിച്ചാൽ മതിയായിരുന്നു എന്ന് മനസ്സിൽ തോന്നും ഇല്ലേ? ശരിക്കും തോന്നും. അതിലും നല്ല എന്താണ്, ഇപ്പോൾ പഠിക്കുമല്ലേ, അതും ഇനി ഒരു ചാൻസ് ഇല്ലാത്തവർ, അല്ലെങ്കിൽ ഇപ്പോൾ കിട്ടിയ ചാൻസ് ഇനിയുമുണ്ട് 55 ദിവസം. ഈ 55 അല്ലെ 56 ദിവസം പഠിച്ചാലും നല്ല എഫേർട്ട് ഇട്ടാൽ നിങ്ങൾക്ക് ലിസ്റ്റ് വരാൻ പറ്റും. കാരണം എന്താ? ഈ സിലബസ് ഈയിടെ വന്നതാണ്. എല്ലാവരും ഇത് പഠിച്ചുകൊണ്ടിരിക്കുക. നിങ്ങൾ 10-12 ദിവസം മുടക്കിയിട്ടുണ്ടാവും, മറ്റുള്ളവർ മുടക്കിയിട്ടില്ല. നിങ്ങൾക്ക് ഒന്ന് ഹാർഡ് വർക്ക് ചെയ്താൽ അതിനെ ഓവർകം ചെയ്ത് വരാൻ പറ്റും. അതുകൊണ്ടാണ് ഒരുപാട് മുന്നോട്ട് പോകുന്നതിന് മുമ്പ് ഇപ്പം തന്നെ ഞാൻ ഇങ്ങനൊരു വീഡിയോ ചെയ്തത്. പഠിത്തം നിർത്തിപ്പോയവരെ, അതുപോലെ പഠിത്തം ഉഴപ്പിപ്പോയവർ തിരിച്ചു വരൂ. എന്തിനാണ് തേങ്ങി നിൽക്കുന്നത്? പഠിക്കുന്നതുകൊണ്ട് നമുക്ക് ഒരു നഷ്ടം ഉണ്ടാവാനില്ല, ഉണ്ടോ? ഇല്ല. അതേസമയം പഠിക്കാതിരുന്നാൽ നമുക്ക് പിന്നീട് ഒരു കുറ്റബോധം തോന്നും, പഠിച്ചാൽ മതിയായിരുന്നെന്ന്. പഠിത്തം നിർത്തിയതുകൊണ്ട് ഒരു കാര്യമില്ല. ഒരു PSC ലിസ്റ്റിലും ഒരു പോസ്റ്റിംഗ് പോലും നടക്കാതെ പോകാറില്ല. ഒരു പോസ്റ്റിംഗെങ്കിലും നടക്കുമല്ലോ. ആ ടോപ്പിലെത്താൻ നമ്മൾ ശ്രമിക്കുക എന്നുള്ളതേ ഉള്ളൂ. എന്തായാലും നനഞ്ഞിറങ്ങി കുറച്ചെങ്കിലും നിങ്ങൾ പഠിച്ച് കാണത്തില്ലേ? ബാക്കിയും കൂടെ കഷ്ടപ്പെട്ട് അങ്ങ് പഠിക്ക്, അത്രേ ഉള്ളൂ കാര്യം. നമുക്ക് ഇനിയുള്ള ദിവസങ്ങളിലെങ്കിലും 1 മണിക്കൂറെങ്കിലും നിങ്ങൾക്ക് മാറ്റി വെക്കാൻ പറ്റുമെങ്കിൽ അതെങ്കിലും ചെയ്യേ. കഷ്ടപ്പെട്ടു എന്നൊരു ഫീലിംഗ് എങ്കിലും നമുക്ക് തോന്നും. ഇല്ലെങ്കിൽ കഷ്ടപ്പെടാമായിരുന്നു എന്നുള്ള റിഗ്രറ്റ് വെച്ച് നമ്മൾ ഇരിക്കേണ്ടി വരും. മാത്രവുമല്ല, ലിസ്റ്റ് വന്നു കഴിഞ്ഞിട്ടില്ലേ പോസ്റ്റിങ്ങിൻ്റെ കാര്യം.
പല ഗ്രൂപ്പുകളിലും നടക്കുന്ന ചർച്ചയാണ്. എൻ്റെ ഒരു സുഹൃത്തിന്ന് പറഞ്ഞു, ലിസ്റ്റ് വന്നാലും പോസ്റ്റിംഗ് നടക്കുമോ? ലിസ്റ്റ് വന്ന് കഴിഞ്ഞിട്ടല്ലേ, ലോട്ടറി എടുത്തു കഴിഞ്ഞിട്ടല്ലേ അത് അടിക്കുന്ന കാര്യം ചിന്തിക്കേണ്ടതുള്ളൂ. ലോട്ടറി എടുക്കാതെ ആരെങ്കിലും പോയിരുന്നു പത്രത്തിൽ ആ നമ്പർ നോക്കുമോ? ഇല്ല. നമുക്ക് ആദ്യം ലോട്ടറി എടുത്തു നോക്കാം. നമ്മളൊന്ന് ഉത്സാഹിച്ച് പഠിച്ചേ. ലിസ്റ്റിൽ വന്ന് കഴിഞ്ഞിട്ടല്ലേ ബാക്കി. വന്ന് കഴിഞ്ഞുള്ളത് നമുക്ക് അപ്പം നോക്കാം. അറ്റ്ലീസ്റ്റ് നമുക്കൊരു ഹോപ്പ് വെക്കാമല്ലോ 3 വർഷത്തേക്ക്. ഞാൻ ഈ ലിസ്റ്റിലുണ്ട്, എനിക്ക് കിട്ടുമായിരിക്കും എന്നൊരു ഹോപ്പ് വെക്കാമല്ലോ. ഒന്നും കിട്ടിയില്ലെങ്കിൽ നമുക്കൊരു ഇൻ്റർവ്യൂവിന് പോകരുതോ PSC ഓഫീസ് വരെ? എങ്ങനെയെങ്കിലും ലിസ്റ്റ് വരരുതോ? അതെങ്കിലും ഹോപ്പ് വെച്ചിട്ട് നമുക്ക് പഠിക്കാം. അപ്പം നമ്മൾ മുടങ്ങിപ്പോയവരൊക്കെ എത്രയും പെട്ടെന്ന് പുസ്തകം എടുത്ത് തുറന്ന് ഒരു ദിവസം 1 മണിക്കൂറെങ്കിലും പഠിക്കാൻ വരൂ.